സൗദിയിലെ തായ്ഫിൽ ക്ലീനിംഗ് ജോലിക്കെത്തി ദുരിതത്തിലായ മലയാളി വനിതകൾക്ക് ഒടുവിൽ മോചനം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ICF നടത്തിയ നിയമ പോരാട്ടമാണ് വനിതകൾക്ക് തുണയായത്. ആദ്യഘട്ടത്തിൽ 2 വനിതകൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങി. ത്വായിഫിലെ വാദി മുഹ്റം മീഖാത്തിൽ ജോലിക്കെത്തിയ 6 മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ 2 വർഷമായി ദുരിതത്തിലായത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് ICF പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി. കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ സ്ത്രീകൾ. നിയമ നടപടികൾക്ക് ഉറച്ച പിന്തുണ നൽകിയ സൗദിയിലെ ക്രിമിനൽ കോടതി, ലേബർ ഓഫീസ്, പാസ്പോർട്ട് ഓഫീസ്, പ്രോസിക്യൂഷൻ, ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയ്ക്ക് ICF നന്ദി പറഞ്ഞു. നിമിഷപ്രിയ കേസ് പോലെ അതിൽ അസൂയ മൂത്തുകൊണ്ട് അതിനിടയിൽ ഇടങ്കോലിടാൻ ഇവിടെ ആരും ശ്രമിക്കാത്തത് കൊണ്ട് ആ സ്ത്രീകൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞ നവംബറിലാണ് ആ സ്ത്രീകളുടെ ബന്ധുക്കൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കാണാനെത്തുന്നത്. അങ്ങനെ വിഷയം പറഞ്ഞ ഉടനെ ഗ്രാൻഡ് മുഫ്തി ലെറ്റർ പേഡിൽ ഒരു കത്ത് ആ കമ്പനിക്ക് കൊടുത്തയക്കുകയും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ഫിൽ ICFന്റെ പ്രവർത്തകരെ ഏൽപ്പിക്കുകയും ചെയ്തു. നിമിഷപ്രിയ കേസിന് ശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കാരുണ്യ സ്പർശമുള്ള ഒരു ഇടപെടൽ നമ്മളിതാ വീണ്ടും കണ്ടിരിക്കുന്നു. വെറുതെ അല്ല പലരും ഉസ്താദിന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ദുആ ചെയ്യുന്നത് എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു 10 വർഷം എടുത്തിട്ടെങ്കിലും ഉസ്താദിൻ്റെ ആയുസ് ഒരു 10 വർഷം കൂട്ടിക്കൊടുക്കണേ എന്നൊക്കെ പലരും ദുആ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ വെറുതെ അല്ല അങ്ങനെ ആളുകൾ ദുആ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാരുണ്യസ്പർശമുള്ള ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നടത്താൻ കഴിയുന്നത് കൊണ്ടാണ്. എത്ര ആളുകൾക്കാണ് ഉസ്താദ് നല്ല ഒരു ജീവിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഉസ്താദിനെ വേട്ടയാടുന്നവരും വിമർശിക്കുന്നവരുമൊക്കെ ഒരു പൂച്ചക്കുട്ടിയുടെ ജീവിതമെങ്കിലും സുരക്ഷിതമാക്കി കൊടുത്തിട്ടുണ്ടോ? പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മനുഷ്യ ജീവിതമാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളയാത്രക്കിടയിൽ ചിലർ ചോദിച്ചു, മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിലല്ലേ ഈ കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ മുജാഹിദുകാരും ജമാഅത്തുകാരുമൊക്കെ മനുഷ്യരല്ലേ, അവരെന്തുകൊണ്ട് ഒപ്പം കൂട്ടുന്നില്ല എന്ന് ചില ആളുകൾ ചോദിച്ചു. അന്ന് യാത്രാ നായകന്മാരായിട്ടുള്ള നേതൃത്വം പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യർക്കൊപ്പം എന്നുള്ളത് മനുഷ്യർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രമേയം. അതാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ പരിഗണിക്കുമ്പോൾ, മനുഷ്യർക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഒരു മുസ്ലിമെന്നോ മാത്രമല്ല, മുജാഹിദ് എന്നോ ജമാഅത്തെന്നോ ഏതെങ്കിലും ഗ്രൂപ്പാണെന്നോ ഒന്നും നോക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും മാനുഷിക സഹായം ചെയ്യുമ്പോൾ, ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വിഭാഗീയത ഒന്നും നോക്കാറില്ല. അവിടെ മുജാഹിദ് എന്നോ ജമാഅത്തെന്നോ ഒന്നും നോക്കാറില്ല എന്ന് ബഹുമാനപ്പെട്ട യാത്രാ നായകന്മാർ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രമേയം മുന്നോട്ട് വെക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജാതിയും മതവും നോക്കി സഹായം ചെയ്യുന്ന ഒരവസ്ഥ, ഗ്രൂപ്പ് നോക്കി സഹായം ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായത് കൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ, ഒരു മനുഷ്യനെ ജീവൻ രക്ഷിക്കുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാൻ പാടില്ല. തൻ്റെ ഗ്രൂപ്പാണോ എന്നൊന്നും നോക്കാൻ പാടില്ല. അവനൊരു മനുഷ്യനാണോ, അവനെ തീർച്ചയായും രക്ഷപ്പെടുത്തിയിരിക്കണം, അവനെ സഹായിച്ചിരിക്കണം. അങ്ങനൊരു മെസ്സേജാണ് ഈ കേരള യാത്രയിലൂടെ നൽകിയിട്ടുള്ളത്. അങ്ങനൊരു മെസ്സേജ് കൊടുക്കാനാണ് ഇത്തരത്തിലുള്ളൊരു പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതാണ് ലക്ഷ്യമെന്നാണ് കേരള യാത്രയിലെ നായകന്മാർ പറഞ്ഞത്. ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രമേയം മുന്നോട്ട് വെക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ആ പ്രമേയം എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുക എന്നുകൂടി മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ യാത്രാ നായകന്മാർ. അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അവർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെക്കുറിച്ച് പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഒരു മാനുഷിക പരിഗണന കൊടുക്കുമ്പോൾ, മനുഷ്യന് ഒരു സഹായം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുമ്പോൾ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണമെന്നാണ്. അവൻ്റെ രാഷ്ട്രീയമോ അവൻ്റെ മതമോ അവൻ്റെ ഗ്രൂപ്പോ ഒന്നും നോക്കാൻ പാടില്ല എന്നാണ് ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. തായ്ഫിൽ കുടുങ്ങിക്കിടന്ന ആ പാവം സ്ത്രീകൾ ഏത് നാട്ടുകാരാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് വിഭാഗമാണെന്നോ ഒന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നോക്കിയിട്ടില്ല. അവരുടെ മതവും അവരുടെ കക്ഷി രാഷ്ട്രീയവും ഒന്നും നോക്കിയിട്ടില്ല. അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക, അതുമാത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ ഒരു കേസിലൂടെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്താണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയം ലക്ഷ്യം വെക്കുന്നതെന്ന്. ഏതായാലും വിഷയത്തിലേക്ക് തന്നെ വരാം. തായ്ഫിൽ ശമ്പളം കിട്ടാതെയും ഇഖാമ കിട്ടാതെയും ഒക്കെ ഒരുപാട് സ്ത്രീകൾ അവിടെ കുടുങ്ങിക്കിടന്നൊരവസ്ഥയുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ മൂലം
ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട ശമ്പളവും അതുപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം തായിഫിലുള്ള ICF പ്രവർത്തകരാണ് ആ സ്ത്രീകളുടെ എല്ലാ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് സഹായകരമായത്, അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഒഴൂൻ അൽ മസീഫ് എന്നൊരു കമ്പനിക്ക് വേണ്ടിയായിട്ടായിരുന്നു ആ സ്ത്രീകൾ തായിഫിൽ ജോലിക്കെത്തിയത്. ആ മലയാളികളായ സ്ത്രീകൾക്ക് കഴിഞ്ഞ 5 മാസമായിട്ട് ശമ്പളം കിട്ടിയിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ ആദ്യ വാരത്തിൽ അവർ ജോലിക്ക് ഇറങ്ങിയില്ല. ഒരാഴ്ച ജോലി ചെയ്യാതെ ഇരുന്നപ്പോൾ ആ കമ്പനി മാനേജർ വിളിച്ചിട്ട് ശമ്പളം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തങ്ങളുടെ കമ്പനിയിലേക്ക് വിളിപ്പിച്ചു. ശമ്പളം കിട്ടുമെന്നല്ലോ ഓർത്ത് അവരെല്ലാവരും കമ്പനിയിലേക്ക് ചെന്നു. പക്ഷേ ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ജോലി ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുമെന്നായിരുന്നു ആ കമ്പനി അധികൃതർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ശമ്പളം തരാതെ ഞങ്ങൾ ജോലി ചെയ്യൂല, ഞങ്ങളുടെ ശമ്പളം തരൂ, ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാമെന്നാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ ആ കമ്പനി അധികൃതരോട് മറുപടി പറഞ്ഞത്. അങ്ങനെ പിന്നെ അവരുമായിട്ട് വാക്ക് തർക്കമായി. ആ കമ്പനിയിലെ ഒരു ഈജിപ്ഷ്യനായ സൂപ്പർവൈസർ ആ സ്ത്രീകളെ മർദ്ദിക്കുകയും അതിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞ ഉടൻ അവിടുത്തെ ICF പ്രവർത്തകർ അവിടെ എത്തി അതിലിടപെടുകയും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ ഗുരുതരമായി മർദ്ദിക്കപ്പെട്ട ആ സ്ത്രീയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സ നൽകുകയും ചെയ്തു ICFൻ്റെ പ്രവർത്തകർ. ആ ചികിത്സയുടെ എല്ലാ ചെലവും വഹിച്ചതും ICFൻ്റെ പ്രവർത്തകരാണ്. ഈ ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസ് നടത്തുകയും ആ മർദ്ദിച്ച ഈജിപ്ഷ്യൻ്റെ മേൽ നിയമ നടപടി സ്വീകരിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊക്കെ അവിടുത്തെ ICFൻ്റെ പ്രവർത്തകരുടെ ഇടപെടൽ മൂലമാണ്. മാത്രമല്ല, ഈ ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന ഈ പാവം സ്ത്രീകൾക്ക് വേണ്ടി ലേബർ കോർട്ടിൽ കേസിന് പോവുകയും അങ്ങനെ അവർക്ക് വേണ്ട മുഴുവൻ ശമ്പളവും വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട എല്ലാ ചെലവും അവരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും നാട്ടിലേക്ക് പോരാനുള്ള ചിലവ് വരെ വാങ്ങിച്ചു കൊടുക്കാനും ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. അതെല്ലാം ഉസ്താദിൻ്റെ ആ ഇടപെടൽ മൂലമാണല്ലോ അങ്ങനെ സംഭവിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് ആ സ്ത്രീകളുടെ ബന്ധുക്കൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കാണാനെത്തുന്നത്. അങ്ങനെ വിഷയം പറഞ്ഞ ഉടനെ ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി ലെറ്റർ പേഡിൽ ഒരു കത്ത് ആ കമ്പനിക്ക് കൊടുത്തയക്കുകയും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തായിഫിൽ ICFൻ്റെ പ്രവർത്തകരെ ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കൂടെ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സുഹൃത്തിനോട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ വിഷയം പറയുന്നത്. ആദ്യം ഒരു തരത്തിലും ഇവർ ഒരു വിഷയത്തിനും വഴങ്ങിയിരുന്നില്ല ഈ കമ്പനി അധികൃതർ. പിന്നീട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഇങ്ങനൊരു കത്ത് കിട്ടിയപ്പോഴാണ് ആ കമ്പനി അധികൃതർ കുറച്ചെങ്കിലും ICFൻ്റെ പ്രവർത്തകരുമായി ഒന്ന് വഴങ്ങിക്കൊടുത്തത്. പക്ഷേ അപ്പോഴേക്കും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി, മർദ്ദനമേറ്റ് ആ കേസ് ഗുരുതരമായി പോവുകയും ചെയ്തു. എന്നാലും അവസാനം ഈ സ്ത്രീകൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും അവരുടെ ശമ്പളം മുഴുവൻ കിട്ടാനുമൊക്കെ കാന്തപുരം ഉസ്താദിൻ്റെ ആ ഇടപെടൽ വലിയൊരു കാരണമായി എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ്. മാത്രമല്ല, മാസങ്ങളായി മുടങ്ങിക്കിടന്ന ശമ്പളം ചോദിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ച ആളെ നിയമ നടപടിക്ക് വിധേയമാക്കി കൊടുക്കാനും ഉസ്താദിൻ്റെ ഇടപെടൽ മൂലം സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ഇടപെടൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക്, അരികവൽക്കപ്പെടുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. എത്ര ആളുകളാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാരണം. അവർക്കൊക്കെ പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഇത്തരം ഇടപെടൽ. ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യമാണല്ലോ. അവരുടെ ഒന്നും സഹായമില്ലാതെ, അധികാരമോ 4 വോട്ടോ ഒന്നും ലക്ഷ്യം വെക്കാതെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത്. മറ്റ് ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ ഉസ്താദ് 90-ാം വയസ്സിലും ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലും എത്ര ആളുകളുടെ കണ്ണീരൊപ്പാനാണ് ഉസ്താദിന് കഴിയുന്നത് എന്ന് ഓർക്കുമ്പോൾ കേരളത്തിലെ ജനപ്രതിനിധികളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഉസ്താദിൻ്റെ അടുത്തുനിന്ന്. ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്ന് ഇടപെടാൻ വേറെ ആർക്ക് കഴിയും നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾക്ക്? പക്ഷേ നിമിഷപ്രിയ കേസ് പോലെ അതിൽ അസൂയ മൂത്തുകൊണ്ട് അതിനിടയിൽ ഇടങ്കോലിടാൻ ഇവിടെ ആരും ശ്രമിക്കാത്തത് കൊണ്ട് ആ സ്ത്രീകൾ രക്ഷപ്പെട്ടു. എന്നാൽ നിമിഷപ്രിയ കേസിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാനും തൻ്റെ ജീവിതം സമ്പുഷ്ടമാക്കാൻ സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു അവസരമായി കണ്ട് ചില ആളുകൾ അതിൽ കയറി ഇടപെട്ടത് കൊണ്ടുമൊക്കെ ആ നിമിഷപ്രിയക്ക് മോചനം കിട്ടാതെ വൈകിപ്പിക്കാൻ സാധിച്ചു. ആ ഒരു കേസിൽ ഇടങ്കോലിടാൻ വേണ്ടി ആളുകൾ മത്സരിക്കായിരുന്നല്ലോ, നമ്മൾ കണ്ടല്ലോ. അവസാനം കാന്തപുരം ഉസ്താദിനെതിരെയും യമനിലെ സൂഫി പണ്ഡിതർക്കെതിരെയുമൊക്കെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും വന്നപ്പോൾ തൽക്കാലം ആ കേസിൽ ഇടപെടുന്നത് നിർത്തിവെക്കാമെന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ആ കേസ് നിർത്തിവെക്കുകയുമാണ് കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്ന നിമിഷപ്രിയക്ക് ഇതുവരെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അത് ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ടുള്ള നേട്ടം മാത്രമാണ്.
എന്നാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമം ചിലരുടെ അസൂയ കൊണ്ടും ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ കൊണ്ടും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും അവർക്ക് ആർക്കും ആ കേസിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയല്ലേ. ഇപ്പോൾ ഉസ്താദ് ആ കേസിൽ ഇടപെടുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ അവരുടെ ഒന്നും ഒരു വർത്തമാനം കേൾക്കുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ പോയി? ഉസ്താദ് ഇടപെട്ടൊക്കെ എന്തൊക്കെയായിരുന്നു അവരുടെയൊക്കെ കമൻറ്റുകളും സംസാരങ്ങളും. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? കാണുന്നേ ഇല്ല അവരൊന്നും. ആ നിമിഷപ്രിയ എപ്പോഴും ജയിലിൽ കിടക്കുകയല്ലേ. ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ ഇടപെടാൻ മുന്നോട്ട് വരുമ്പോൾ അത് മുടക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ ആ മനുഷ്യൻ ചെയ്യുന്നത് പോലെ അതിൽ ഇടപെട്ടുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല. എല്ലാവർക്കും ക്രെഡിറ്റ് മാത്രം മതി. അന്ന് ആ കേസിൽ ഇടപെട്ടതിന് പിന്നാലെ അത് വലിയ വാർത്തയാവുകയും കേരളത്തിലെ ഭൂരിപക്ഷം പേരും അതിനെ പിന്തുണക്കുകയും സോഷ്യൽ മീഡിയയും നമ്മുടെ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ അത് കൊട്ടിഘോഷിക്കുകയും ചെയ്തു. അന്നേ ഉസ്താദിൻ്റെ അനുയായികൾ പറഞ്ഞതാണ്, ഇത് ആദ്യത്തെ സംഭവമല്ല കേട്ടോ, 1000-ൽ ഒരാൾ മാത്രമാണ് നിമിഷപ്രിയ. ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളിൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരുടെ ജീവിതം ഉസ്താദ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവം അല്ല കേട്ടോ എന്ന് ഉസ്താദിൻ്റെ അനുയായികൾ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പലരും ചിന്തിച്ചിരുന്നത് ഇത് ഉസ്താദിൻ്റെ ആദ്യത്തെ സംഭവമാണെന്നാണ്. ആ രീതിയിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. എന്നാൽ ഇപ്പോൾ ഇതാ അധികം വൈകാതെ തന്നെ നിരവധി സ്ത്രീകളുടെ ജീവിതം സൗദി അറേബ്യയിലെ തായിഫിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതൊന്നും അവർക്കൊരു വലിയ വാർത്തയായിട്ടില്ല. യമനിലെ ഒരു സ്ത്രീയുടെ ജീവിതമാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഇവിടെ അനവധി സ്ത്രീകളുടെ ജീവിതമാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കം ചില ചാനലുകാർ മാത്രമാണ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതൊന്നും വാർത്തയാക്കാൻ വേണ്ടിയിട്ടല്ല, വാർത്ത ആയിട്ടുമില്ല. ഈ ചാനലുകാരും സോഷ്യൽ മീഡിയയിലൊന്നും അറിയാതെ എത്രയോ പേർക്ക് ഇതുപോലെ കാരുണ്യ സ്പർശം നീട്ടിക്കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അതൊന്നും പരസ്യപ്പെടുത്തിയിട്ടുമില്ല. പല ആളുകളും പറഞ്ഞു, ഉസ്താദ് പരസ്യപ്പെടുത്തിയത് കൊണ്ടല്ലേ ഇങ്ങനൊരു വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് ജനങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഉസ്താദ് അതിൽ ഇടപെട്ടത് എന്നൊക്കെയാണ് പലരുടെയും കമൻറ്റുകൾ ആ കാലത്ത്. ഉസ്താദ് രഹസ്യമായി ചെയ്യുന്ന എത്രയോ കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. അതൊന്നും അധികാരത്തിന് വേണ്ടിയോ 4 വോട്ടിന് വേണ്ടിയോ അല്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്ക് ബോധ്യപ്പെടും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിന് കേരള യാത്ര നടത്തിയപ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടാണ് അവർ ആ യാത്രക്ക് ഒരുങ്ങുന്നത്. തങ്ങളുടെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ആ യാത്രയുമായി പോകുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടിയിട്ടോ അല്ല മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ടത് എന്ന് ആ യാത്രയിലുടനീളം കൃത്യമായി വരച്ചു കാണിച്ചു തന്നു യാത്രാ നായകരൊക്കെയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളെയൊക്കെ പഠിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യാത്ര ഉസ്താദ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യേ ആളുകൾ ആ യാത്രയെ നെഞ്ചേറ്റിയത്. ഏതായാലും ഇനിയും ഒരുപാട് കാലം നിരവധി പേരുടെ ജീവിതം രക്ഷപ്പെടുത്താനും നിരവധി കുടുംബങ്ങൾക്ക് തുണയാവാനും ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. അതുമാത്രമേ ഉസ്താദിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.